ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും ബൈയിങ് മൊമെന്റം നിലനിർത്തുകയും നിഫ്റ്റി 24,346 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.4% വീക്ക്ലി ബേസിസിൽ ഉയർന്നപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.3% ഉയർന്നത്. ഇന്ത്യയുടെ പോസിറ്റീവ് ഇൻഡസ്ട്രിയൽ ഇൻഡെക്സ് പ്രൊഡക്ഷൻ ഡേറ്റയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ബൈയിങ്ങും ആഗോള വിപണിയിൽ ഉടലെടുത്തിരിക്കുന്ന സ്റ്റെബിലിറ്റിയുമാണ് മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിച്ചത്. മാർച്ച് മാസത്തെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ 3% ഉയർന്നിട്ടുണ്ട്. ഇത് ഉയർന്ന വ്യാവസായിക ഉൽപ്പാദനത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററും ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച നെറ്റ് ബയറായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും മാർക്കറ്റിൻ്റെ ഈ ട്രെൻഡ് നിലനിൽക്കാനുള്ള സാധ്യത തന്നെയാണ് അനലിസ്റ്റുകൾ കാണുന്നത്. ഓട്ടോ, IT, ഫാർമ, എനർജി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ ആഴ്ച ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ മീഡിയ, മെറ്റൽ, FMCG തുടങ്ങിയ സെക്ടറിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. വരുന്ന ആഴ്ചയും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും രണ്ടാമത്തേത് മെയ് 7 ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട തീരുമാനവും പുറത്തു വരുന്നുണ്ട്. ഈ ഫാക്റ്റുകളായിരിക്കും വരുന്ന ആഴ്ച മാർക്കറ്റിനെ നയിക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ. കൂടാതെ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും അടുത്ത ആഴ്ച പുറത്തുവരും. എമാൻഡം, കോൾ ഇന്ത്യ, ഏഷ്യൻ പെയിൻറ്റ്, ടൈറ്റാൻ, കോഫോർജ്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും അടുത്ത ആഴ്ച പുറത്തുവരും. രണ്ട് പ്രമുഖ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം. SBIയുടെയും കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കേണ്ടത്. ഇനി വരുന്ന ആഴ്ച ഇൻഡെക്സിൻ്റെ പ്രധാന ചില ലെവലുകൾ കൂടി മനസ്സിലാക്കാം. തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് ഹയർ സൈഡിലേക്കുള്ള ഒരു സൂചനയായിട്ട് തന്നെയാണ് കണക്കാക്കാവുന്നത്. എന്നാൽ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിന് മുൻപ് മാർക്കറ്റിൽ ഒരു ചെറിയ കൺസോളിഡേഷൻ വരാനും സാധ്യതയുണ്ട്. 24,000 സപ്പോർട്ടും 24,600 റെസിസ്റ്റൻസുമാണ് മാർക്കറ്റിനുള്ളത്. 24,000 24,600 ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വരുന്ന ആഴ്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 23,700 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബുള്ളിഷായിരിക്കും. ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. 23,800 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് 23,400 വരെ ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 24,400 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് ഇൻഡെക്സിനെ 24,800ലേക്കും ഉയർത്തിയേക്കാം. ഇവിടെ 23,800 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി വേണം ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ അടുത്ത ആഴ്ച ഡേറ്റ് വൈസ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളുടെ ലിസ്റ്റ് കൂടി ഒന്ന് പരിചയപ്പെടാം. മെയ് 5 കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, CCL പ്രൊഡക്റ്റ്, കോഫോർജ്, ക്യാംസ്, DCM ശ്രീരാം, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇന്ത്യൻ ഹോട്ടൽസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ദിവസമാണ്. അന്ന് ഒബറോയ് റിയാലിറ്റിയുടെയും PTC ഇന്ത്യയുടെയും ഡിവിഡൻറ്റിൻ്റെ ഡേറ്റ് കൂടിയാണ്. ഒബറോയ് റിയാലിറ്റി 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിലും PTC ഇന്ത്യ 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുമാണ് ഡിവിഡൻറ്റ് നൽകുന്നത്. മെയ് 6 ആധാർ ഹൗസിംഗ് ഫിനാൻസ്, അലംബിക് ഫാർമസ്യൂട്ടിക്കൽ, അപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ്, ബാങ്ക് ഓഫ് ബറോഡ, BSE, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, JBM ഓട്ടോ, കെജാരിയ സെറാമിക്സ്, കൻസായ് നെറോലാക് പെയിൻറ്റ്, KEI ഇൻഡസ്ട്രീസ്, മഹാനഗർ ഗ്യാസ്, റാഡിക്കോ കെയ്ത്താൻ, വേദാന്ത് ഫാഷൻസ് തുടങ്ങിയ കമ്പനികളെയാണ് ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ടത്. അന്ന് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്ക് റിറ്റിൻ്റെ ഡിവിഡൻഡ് ഡേറ്റാണ്. മെയ് 7 APL അപ്പോളോ ട്യൂബ്, ബ്ലൂ സ്റ്റാർ, കോൾ ഇന്ത്യ, ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ, ഡാബർ ഇന്ത്യ, MRF, നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ്, റൗട്ട് മൊബൈൽ, സഫയർ ഫുഡ്സ് ഇന്ത്യ, സൊനാറ്റ സോഫ്റ്റ്വെയർ, ടാറ്റ കെമിക്കൽ, വോൾട്ടാസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരും. അന്ന് വരുൺ ബിവറേജ് ലിമിറ്റഡ്, ക്രിസിൽ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡൻഡ് ഡേറ്റാണ്. ക്രിസിൽ 8 രൂപ പെർ ഷെയർ എന്ന റേറ്റിലും വരുൺ ബിവറേജ് ലിമിറ്റഡ് 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിലുമാണ് ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ സുന്ദരം ഫാസ്റ്റ്നേഴ്സിൻ്റെയും ഡിവിഡൻറ്റ് ഡേറ്റ് മെയ് 7 4 രൂപ 20 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻറ്റ് നൽകുന്നത്. മെയ് 8 ആരതി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ഏഷ്യൻ പെയിൻറ്റ്, ഭാരത് ഫോർജ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, കാനറ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസർ, എസ്കോട്ട് ക്യൂബോട്ട, ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ്, കല്യാൺ ജുവലേഴ്സ്, L&T, MCX,
പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ടൈറ്റാൻ തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മെയ് 9 ABB ഇന്ത്യ, ബിർള കോർപ്പറേഷൻ, സെറ സാനിറ്ററി വെയർ, ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി, ഗ്രൈൻഡ്വെൽ നോർട്ടൺ, KPR മിൽസ്, മണാപ്പുറം ഫിനാൻസ്, മദർസൺ സുമി വയറിംഗ് ഇന്ത്യ, നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ, റിലാക്സോ ഫുഡ് വെയർ, റിലയൻസ് പവർ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അന്ന് ആനന്ദ് റാട്ടി വെൽത്ത്, ബജാജ് ഫിനാൻസ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ലോറസ് ലാബ്, ട്രാൻസ്ഫോർമർ ആൻഡ് റെക്ടിഫയർ ഇന്ത്യ, യൂക്കോ ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് കൂടിയാണ്. ആനന്ദ് റാട്ടി 7 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും, ബജാജ് ഫിനാൻസ് 12 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 1 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും, ലോറസ് ലാബ് 80 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും, ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയർ ഇന്ത്യ 20 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും, യൂക്കോ ബാങ്ക് 39 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 10 ത്രിവേണി ടർബൈൻ എന്ന സ്റ്റോക്കിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.